ഹായ് ഗായ്സ്, collegemunshi.com ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റിന്റെ ഡ്രസ് കോഡിനെ പറ്റിയാണ്. ഓരോ ഇയറിലും ഓരോ വർഷവും ഓരോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ അതിന്റെ ഡ്രസ് കോഡിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നീറ്റ് എക്സാമിന് ശേഷം അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി നിങ്ങൾക്ക് കുറെ ക്ലാരിഫിക്കേഷൻ വേണ്ട ഒരു സമയമാണ്. നീറ്റ് എക്സാം കഴിഞ്ഞ് എവിടെ അഡ്മിഷൻ എടുക്കും, അല്ലെങ്കിൽ ഏത് കോളേജാണ് നല്ലത്, കുറെ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. സോ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ലിങ്ക് അടിയിലുണ്ട്, വേഗം കയറി രജിസ്റ്റർ ചെയ്യുക. സോ ഈ വെബിനാറിലൂടെ നമ്മൾ കൊടുക്കുന്നത് മീൻസ് അഡ്മിഷൻ പ്രോസസ്സ് എന്താണ്, ഏതൊരു കോളേജിൽ ചൂസ് ചെയ്യണം, എത്ര മാർക്ക് നിങ്ങൾക്ക് വേണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ വേഗം കയറി രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്, വേഗം കയറി ജോയിൻ ചെയ്യാം. സോ ഇനി നമുക്ക് ഡ്രസ് കോഡിലേക്ക് പോവാം. ഗേൾസിനും ബോയ്സിനും NTA ആയിട്ടുള്ള ഗൈഡ് ലൈൻസിൽ കൊടുത്തേക്കുന്നത് ഫുൾ സ്ലീവ് ഒരിക്കലും പാടില്ല, ഫുൾ സ്ലീവ് പാടില്ല, പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ടും ട്രാക്ക് പാൻസും മാത്രം. പിന്നെ ഷൂസ് ഒരിക്കലും അലൗഡ് അല്ല. ഈ ഒരു നീറ്റ് എക്സാമിന് പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ എല്ലാവരും നല്ല ലൂസ്, ചൂടായതുകൊണ്ട് എല്ലാവരും ലൂസുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യുക മാക്സിമം. ലൂസുള്ള ഡ്രസ്സസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള മീൻസ് പർദ്ദ അങ്ങനത്തെയൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എക്സാമിന് 3 മണിക്കൂർ മുന്നേ നിങ്ങൾ അവിടെ ചെല്ലണം, എക്സാം സെന്ററിൽ ചെല്ലണം. അതിൻ്റെതായിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആക്സസറീസ് ഒന്നും അലൗഡ് അല്ല. ലൈക്ക് കമ്മലോ മാലയോ മോതിരോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ഇതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും കമ്പൽസറി ആണ്. അവർക്കായാലും കയ്യിലൊരു ചെയിൻ, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അതൊന്നും അലൗഡ് അല്ല. ഇനി മെയിൽ കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പേസ്റ്റൽ കളേഴ്സ്, ലൈറ്റ് കളേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് ടീഷർട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വൈറ്റ് യൂസ് ചെയ്യാം, മീൻസ് ലൈറ്റ് കളേഴ്സ് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഷർട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൽ ബട്ടൺസ് ഉണ്ട്. പിന്നെ ഒരിക്കലും ഫുൾ സ്ലീവ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അത് കമ്പൽസറി ആണ്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. പിന്നെ നിങ്ങൾ വിചാരിക്കും ജീൻസ് യൂസ് ചെയ്യാൻ പറ്റും, ജീൻസ് അലൗഡ് അല്ല. പിന്നെ ഷൂസ് ഒട്ടും അലൗഡ് അല്ല. നിങ്ങൾക്ക് ടോസ് കാണുന്ന രീതിക്കുള്ള സ്ലിപ്പേഴ്സ് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലിപ്പേഴ്സ്, സാധാരണ സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് നീറ്റ് എക്സാം ഇവർ തന്നേക്കണ റെസ്ട്രിക്ഷൻസ്. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ കൾച്ചറൽ ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യണ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ 3 hours ബിഫോർ നിങ്ങൾക്ക് വരാവുന്നതാണ്. ബോയ്സിനെ പോലെ തന്നെ ഗേൾസിനും നിങ്ങൾക്ക് നോർമൽ സ്ലിപ്പേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരിക്കലും ഹെയർ ക്രാബ്സ് യൂസ് ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സാധാരണ ലൈക്ക് ക്രഞ്ചീസസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അവർ ചെക്ക് ചെയ്യും, അത് വേറെ. അങ്ങനത്തെ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. പ്ലാസ്റ്റിക് ഐറ്റംസ് മാത്രം, അതിൽ മെറ്റൽ ഉണ്ടായിരിക്കും. മെറ്റാലിക് സംഭവങ്ങളൊന്നും അതിൽ അലൗഡ് അല്ല. നീറ്റ് എക്സാം ഹാളിലേക്ക് അലൗഡ് അല്ല. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് അതിലവർ പറയുന്നുണ്ട്, പേപ്പർ ബിറ്റ്സ് പാടില്ല, ജോമെട്രിക് ബോക്സ് പാടില്ല, പെൻസിൽ ബോക്സ് പാടില്ല, കാൽക്കുലേറ്റേഴ്സ് പാടില്ല. പിന്നെ സ്കെയിൽസ്, പെൻ ഡ്രൈവ്സ്, റൈറ്റിംഗ് പാഡ്സ് ഇതൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. പെൻസ് നിങ്ങൾക്ക് കയ്യിൽ വെക്കാം, കയ്യിൽ മാത്രം വെക്കാം. നിങ്ങൾക്ക് പെൻസിൽ പൗച്ച് ഒന്നും അലൗഡ് അല്ല. പ്ലാസ്റ്റിക് പൗച്ച് അലൗഡ് ആണെന്ന് ഇതിൽ പറയുന്നുണ്ട്, പെൻസിൽ പൗച്ച്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, മൊബൈൽ ഫോൺ അലൗഡ് അല്ല, മൈക്രോഫോൺസ് അലൗഡ് അല്ല, ബ്ലൂടൂത്ത് ഇയർഫോൺസ് അലൗഡ് അല്ല, അതൊന്നും അലൗഡ് അല്ല. പിന്നെ ഓർണമെന്റ്സ് പറയുമ്പോൾ മെറ്റാലിക് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ അതർ ഐറ്റം എന്ന് പറയുമ്പോൾ വാച്ച് അലൗഡ് അല്ല, ക്യാമറാസ്, ഗൂഗിൾസ്, ക്യാപ്സ്, ഹാൻഡ് ക്യാപ്സ് ഇതൊന്നും അലൗഡ് അല്ല. ഫുഡ് ഐറ്റംസ്, വാട്ടർ ബോട്ടിൽ പോലും അലൗഡ് അല്ല. സോ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 2024 റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ സ്ട്രിക്റ്റ് ആണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. മീൻസ് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾ നോക്കുക, നോർമൽ ആയിട്ടുള്ള ഹാഫ് സ്ലീവ് കൈയുള്ള ഒരു ടീഷർട്ട് യൂസ് ചെയ്യാൻ നോക്കുക. വീനെക്ക് ഒന്നും അലൗഡ് അല്ല. പിന്നെ സാധാരണ ട്രാക്ക് പാൻസ് യൂസ് ചെയ്യാൻ നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കുർത്താസ്, ഗേൾസിനാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കുർത്താസ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.